ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ള ഒരു ആർ സി കാറുമായിട്ടാണ്. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ആർ സി കാറൊക്കെ നോക്കുന്നവർക്ക് മേടിക്കാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണിത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 749 ആണ്. എനിക്കിതൊരു ഓഫർ പ്രൈസ് കിട്ടിയതാണ്. ശരിക്കും എൻ്റെ പ്രൈസ് വന്നത് 999 ആണ്. എന്നാലും വലിയ കുഴപ്പമില്ലാത്തൊരു മോഡലാണ്. ഇപ്പോൾ ഇതാണ് എൻ്റെ റിമോട്ട് കൺട്രോൾ വരുന്നത്. ഇവിടെ കുറച്ച് സ്വിച്ചൊക്കെ ഉണ്ട്, ഫ്രണ്ടിലോട്ട് ഓടിക്കാനും സൈഡിലോട്ട് തിരിക്കാനും. ഇതാ സെൻറ്ററിലും കുറച്ച് ബട്ടണൊക്കെ വരുന്നുണ്ട്. ഫ്രണ്ടിലോട്ട് ഓടിക്കാം, ബാക്കിലോട്ട് ഓടിക്കാം. പിന്നെ നടുക്കാണ് എൻ്റെ പവർ ബട്ടൺ വരുന്നത്, റിമോട്ട് ഓൺ ആക്കാനുള്ള പവർ ബട്ടൺ വരുന്നത്. ബാറ്ററിയിലാണ്, അറിയാമല്ലോ, 2 ബാറ്ററിയാണ് ബാക്കിൽ വരുന്നത്. അതൊരു ചുമലി, അതും കൂടെ ബ്ലാക്കാണ്, നന്നായിരുന്നു. അതിൻ്റെ ലുക്കും പോയി. പിന്നെ നമ്മുടെ വണ്ടി അത്യാവശ്യം നല്ല സസ്പെൻഷനൊക്കെ ഉള്ളതാണ്. ഇതാ പ്രസ് ചെയ്യുമ്പോൾ കാണാം. പിന്നെ റോഡിൽ കൂടെ ഓടി അല്ലെങ്കിൽ ഓഫ് റോഡൊക്കെ കയറുമ്പോഴേ അറിയത്തുള്ളൂ ഈ സസ്പെൻഷൻ ഇതുപോലെ വർക്കാവും എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ അടിയിലാണ് ഈ പവർ ബട്ടൺ വരുന്നത്. അപ്പോൾ ഓണും ഓഫും ബട്ടൺ നോക്കി കഴിഞ്ഞാൽ ഇവിടെ പവറിൻ്റെ അവിടെ ബ്ലൂ ലൈറ്റ് കത്തും. അപ്പോൾ നമുക്ക് വണ്ടി ഓണായെന്ന് മനസ്സിലാക്കാം. അതുപോലെ റിമോട്ട് ഓൺ ആക്കുന്നതിൻ്റെ സെൻറ്ററിലൊരു ബട്ടൺ ഉണ്ട്. അവിടെ ഞെക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് റെഡ് ലൈറ്റ് കത്തും. അപ്പോൾ റിമോട്ടും ഓണായി. അപ്പോൾ നമുക്കിന്ന് ഓടിച്ച് നോക്കാം. ഓക്കെ, വണ്ടി അപ്പം ആദ്യം എടുക്കുമ്പോൾ തന്നെ നല്ല പവറിലാണ് വണ്ടി കയറിപ്പോകുന്നത്. ആദ്യം നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നല്ല സ്പീഡിൽ പോകുന്നുണ്ട് വണ്ടി. ഇതിൻ്റെ ഫുൾ സ്പീഡ് ഇപ്പം ഞാൻ കാണിച്ചു തരാം. അത് നമ്മൾ റിമോട്ടിൽ ആ ഗിയർ ഫുള്ള് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര സ്പീഡിലാണ് കറങ്ങുന്നത്. അതുപോലെ ബാക്കിലോട്ടും സെയിം സ്പീഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിലോട്ട് നമ്മൾ മാറ്റിയാലും സെയിം സ്പീഡിൽ തന്നെ കറങ്ങും. അത് സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കാം. ആ ഗിയർ നിങ്ങൾ എത്രയും പ്രസ് ചെയ്യുന്നു അതിനനുസരിച്ച് എൻ്റെ സ്പീഡ് ഇങ്ങനെ കൺട്രോൾ ആയിക്കൊണ്ടിരിക്കും. നമ്മൾ പതുക്കെ ഞെക്കി കഴിഞ്ഞാൽ വീല് പതുക്കെ കറങ്ങുന്നതായിരിക്കും. നിങ്ങൾ എത്രയാണോ പ്രസ് ചെയ്യുന്നത് അതനുസരിച്ച് എൻ്റെ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ വീല് ഈ ഒരു സ്പീഡിൽ കറങ്ങും. അപ്പോൾ നമ്മളിതിൻ്റെ ഡിസ്റ്റൻസ് ഒന്ന് നോക്കാൻ പോവാണ്. റിമോട്ടിൽ നിന്ന് വണ്ടി എത്ര ഡിസ്റ്റൻസിൽ പോയി ഇതിൻ്റെ റേഞ്ച് ഒന്ന് അറിയാൻ വേണ്ടി ഒന്ന് ഓടിച്ച് നോക്കുകയാണ്. റോഡിൽ കൂടെ വണ്ടി കിടുവാണ്, അത്യാവശ്യം നല്ല ദൂരേക്കൊക്കെ പോകുന്നുണ്ട്. വേറെ വണ്ടിയൊന്നും വരായിരുന്നാൽ ഭാഗ്യം, അല്ലെങ്കിൽ ഇതിൻ്റെ മണ്ടക്കൂടെ കയറിയത് പപ്പടമാകും, കാരണം പ്ലാസ്റ്റിക്കാണ് സാധനം. ഓക്കെ, അത്യാവശ്യം റേഞ്ചിലൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഒരു ഏണേ പോക്കൊക്കെ ഉണ്ട്. ആ വീൽ ഞാൻ വെട്ടിയെന്നല്ല ഗൈസ്, അത് തനിയെ കിടന്ന് വെട്ടുന്നതാണ്. ഞാൻ കൺട്രോൾ ചെയ്ത് വീണ്ടും റോഡിലേക്ക് എടുത്തുകൊണ്ട് വരുന്നതാണ്. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ റോഡിൽ ഓടുന്നുണ്ട്. ഓഫ് റോഡ് നോക്കിക്കഴിഞ്ഞാലും ഇത് ഓഫ് റോഡെന്ന് പറയരുത്, ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ അവിടെ ഉള്ള റോഡാണിത്. ഇത് ഓഫ് റോഡ് കൂടി ഇങ്ങനെ കിടക്കുന്നതാണ്. ഇതിൻ്റെ പണി നടക്കുമോ നടക്കത്തില്ലെന്ന് നമുക്കറിയത്തില്ല. അതിലേതായാലും നമ്മുടെ വണ്ടി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കയറി വരുന്നത്. ആ കല്ലിൻ്റെ മണ്ടകളൊക്കെ നന്നിട്ട് കയറി വന്നു. ഈ റോഡിലാണെങ്കിലും നല്ല ജെറ്റ് വിട്ട പോലെ പോകുന്നുണ്ട് ഐറ്റം. അപ്പോൾ നമ്മൾ ഈ റോഡിലൊന്ന് ടെസ്റ്റ് ചെയ്യാൻ നോക്കുകയാണ്. ഇത് അത്യാവശ്യം നല്ല ചെറിയൊരു ഓഫ് റോഡാണ്. ഈ വണ്ടി വെച്ചിട്ടൊരു ഓഫ് റോഡാണ്. അപ്പം അത് കയറി വന്നു ഗൈസ്. അപ്പോൾ സക്സസ് ആയില്ല ഗൈസ്. അപ്പോൾ അത് അവിടെ ഒന്ന് സ്റ്റക്കായി. വീണ്ടും നമ്മൾ റിവേഴ്സ് എടുത്തു, കയറ്റാൻ നോക്കി, വണ്ടി കയറുന്നില്ല. ഇതാ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വീല്. നിങ്ങൾക്ക് സൂക്ഷിച്ചൊക്കെ അറിയാണ്ടോ, വീല് മാത്രം കിടന്ന് പറക്കുന്നു, വണ്ടി മൂവ് ആകുന്നേ ഇല്ല. പണ്ട് ജഗതി ഒരു കുതിരയുടെ പുറത്ത് ടുക്കുടു എന്ന് പറഞ്ഞ പോലത്തില്ല, എന്ന് പറഞ്ഞ പോലെ വണ്ടി അവിടെ നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ വീല് കറങ്ങുന്നുണ്ട്. നമുക്കത് കയറുമെന്ന് നോക്കാം. യെസ് ഓക്കെ. അപ്പോൾ നമ്മുടെ ഓഫ് റോഡ് ഫെയിലായിരിക്കുകയാണ്. അപ്പോൾ ആർ സി കാറൊക്കെ ഇഷ്ടമുള്ളവർക്ക്, ആർ സി കാറൊക്കെ ഓടിക്കാൻ ഭയങ്കര താല്പര്യമുള്ളവർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പറ്റുന്നൊരു മോഡലാണിത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ, 749 ആണ് പ്രൈസ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലൊരു സാധനം ഗൈസ്, ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ റിമോട്ടിൽ സെൻട്രൽ ബട്ടൺ ഞെക്കുമ്പോഴേക്കും ഇവിടെ ലൈറ്റ് കത്തും. വലിയ വെട്ടമൊന്നുമില്ല, ചുമ്മാ ജസ്റ്റ് ഒന്ന് ലൈറ്റ് കത്തും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ കാണുന്ന പലരും സബ്സ്ക്രൈബ് ചെയ്യാതാണ് നമ്മുടെ വീഡിയോ കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്യുക, വെറുതെ ചെയ്തില്ലാത്തൊരു ഉപകാരമല്ലേ. അടുത്തുള്ള ബെല്ലൈക്കനോടൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പം തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.